ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക് ആൻഡ് എനർജിയുടെ ലാസ്റ്റ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. Can all form of energy be converted from one form to another? എല്ലാ ഊർജ്ജ രൂപങ്ങളെയും അല്ലെങ്കിൽ എല്ലാ എനർജി ഫോംസിനെയും ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന്. എനർജി ട്രാൻസ്ഫോർമേഷൻ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബൾബ് പ്രകാശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മോട്ടോർ പമ്പ് ഉപയോഗിച്ചിട്ട് ജലം പമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എനർജീനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്കാക്കി മാറ്റുന്നുണ്ട്. അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പല യന്ത്രങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഏതാനും യന്ത്രങ്ങളും അവയിൽ നടക്കുന്ന എനർജി ചേഞ്ചസും എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. എൻ ഇലക്ട്രിക് മോട്ടോർ കൺവേർട്സ് ഇലക്ട്രിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അതായത് ഒരു ഇലക്ട്രിക് മോട്ടോർ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പെട്രോൾ കാർ കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു കൈനറ്റിക് എനർജി. പെട്രോൾ കാറുകൾ കെമിക്കൽ എനർജീനെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിലേക്ക് കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ നോക്കാം. ജനറേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. നെക്സ്റ്റ് കാർസ് ദാറ്റ് യൂസ് ഇലക്ട്രിസിറ്റി കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. നെക്സ്റ്റ് തന്നിരിക്കുന്നു ബലൂൺ ടോയ് കാർ. ഇതുപോലൊരു ടോയ് കാർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡസ് ദ ബലൂൺ ഗെറ്റ് ദ റിക്വയർഡ് എനർജി ഫോഴ്സ് ടു മൂവ് ദ ടോയ് കാർ. ഇത് ടോയ് കാറാണെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. എനിവേ ഇതിലുള്ള ബലൂണിന് ആ ടോയിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫോഴ്സ് ഓഫ് ദി ഔട്ട്ഫ്ലോ ഓഫ് എയർ ഫ്രം ദി ബലൂൺ. ബലൂണിൽ നിന്നും എയർ പുറത്തേക്ക് പോകുമ്പോഴുള്ള ആ ഒരു ഫോഴ്സ് കൊണ്ടാണ് ടോയ് കാറ് ചലിക്കുന്നത്. വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു ദ റബ്ബർ ഓഫ് ദ ബലൂൺ വെൻ ഇറ്റ് ഈസ് ഇൻഫ്ലാറ്റഡ്. ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ ആ ബലൂണിൻ്റെ റബ്ബറിന് എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന്. അതിൻ്റെ ആൻസർ ദ റബ്ബർ ഇൻ ദ ബലൂൺ സ്ട്രെച്ചസ് ആൻഡ് ദ ബലൂൺ എക്സ്പാൻസ്. ദ കോൺഫിഗറേഷൻ ഓഫ് ദ ബലൂൺ ചേഞ്ചസ്. ബലൂൺ ഊതി വീർപ്പിക്കുന്ന സമയത്ത് ബലൂണിലെ റബ്ബർ വലിഞ്ഞിട്ട് ബലൂൺ വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബലൂണിൻ്റെ കോൺഫിഗറേഷനിൽ മാറ്റമുണ്ടാകുന്നു. വിച്ച് ടൈപ്പ് ഓഫ് എനർജി ഈസ് പൊസസ്ഡ് ബൈ ആൻ ഇൻഫ്ലാറ്റഡ് ബലൂൺ. വീർപ്പിച്ച ബലൂണിൽ ഏത് ടൈപ്പ് എനർജിയാണ് ഉള്ളത് എന്ന്. അതിലുള്ള എനർജി എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. വാട്ട് ചേഞ്ച് ഇൻ എനർജി ഒക്കേഴ്സ് വെൻ ദ കാർ മൂവ്സ്. കാറ് ചലിക്കുമ്പോൾ എനർജിക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന്. ഇതിൻ്റെ ആൻസർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹിയർ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബലൂൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഓഫ് ദ ടോയ് കാർ. അപ്പോൾ ബലൂണിലെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ടോയ് കാർ നിങ്ങളെടുത്ത് നിർമ്മിക്കാനൊക്കെയാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് ദ പൈലിംഗ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ് ആൻഡ് ദ ബ്രിഡ്ജസ് ഫോർ ബേസ്മെൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്. അതായത് കെട്ടിടങ്ങളുടെയും അതുപോലെ തന്നെ പാലങ്ങളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് ഉറപ്പിക്കാനായിട്ട് പൈലിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ടെന്ന്. എ പിറ്റ് ഈസ് ഫോംഡ് ആസ് ദ റിസൾട്ട് ഓഫ് പവർഫുൾ ഹാമർ ഫോഴ്സ് ഫ്രം ദ മെഷീൻ ഹിറ്റിംഗ് ദ പൈൽ. പൈലിംഗ് മെഷീനിലെ ഹാമർ ശക്തിയായിട്ട് പൈലിൽ വന്ന് പതിക്കുമ്പോഴാണ് അവിടെ നിന്നുണ്ടാകുന്നത് കുഴി ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഹാമർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് വെൻ ദ ഹാമർ ഈസ് അറ്റ് എ ഹൈറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ 610. അതായത് ഹാമർ മുകളിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഹൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. പിക്ചറിൽ ഹൈറ്റ് തന്നിട്ടുണ്ട് 10 മീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ മാസ് ഓഫ് ദ ഹാമർ തന്നിട്ടുണ്ട്. എം = 1000 കിലോഗ്രാം തന്നിട്ടുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ 9.8 തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ഹാമർ h = 10 മീറ്റർ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഇക്വേഷൻ mgh ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m എന്ന് പറയുന്നത് 1000 × 9.8 × 10. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? ഞാനെപ്പോഴും പറയുന്ന പോലെ പോയിൻ്റ് സ്ഥാനം മാറ്റി വെച്ചതിന് ശേഷം സംഖ്യകൾ മാത്രം ഗുണിക്കുക. അപ്പോൾ 98 × 1000 × 10. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9,80,000 കിട്ടും. അതിന് ശേഷം നമ്മൾ ഇവിടെ 9.8 ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഇടാം. അപ്പോൾ കിട്ടുന്ന ആൻസർ 98,000 ജൂളാണ്. The hammer has no kinetic energy at the initial position since it is not in motion. ഹാമർ ആദ്യത്തെ ഒരു പൊസിഷനിലായിരിക്കുമ്പോൾ ഇനീഷ്യൽ പൊസിഷനിൽ അത് ചലിക്കാത്തത് കൊണ്ട് അവിടെ കൈനറ്റിക് എനർജി ഇല്ല, അത് 0 ആയിരിക്കും. Hence
ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്ര വരും? 98,000 പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ആകെ 98,000 ജൂൾ തന്നെയാണ്. When the hammer strike the pile, the potential energy of it changes to kinetic energy. ഇപ്പോൾ ഹാമർ പൈലിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറി. നൗ ലെറ്റ്സ് കൺസിഡർ ദ ടോപ്പ് എൻഡ് ഓഫ് ദ പൈൽ റീച്ചിങ് ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? പൈലിൻ്റെ ആ മുകൾ ഭാഗം താഴ്ന്ന് തറനിരപ്പിൽ നിന്നും എത്തുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. When the hammer touches the pile at the ground level, the velocity with which the hammer hits the pile is the maximum. Hence, the kinetic energy of the hammer is also maximum. അതായത് ഹാമർ നമ്മൾ നേരത്തെ പറഞ്ഞു ആ തരനിരപ്പിൽ നിന്ന് പൈലിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഹാമറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് പരമാവധി ആയിരിക്കും എന്നാണ് പറയുന്നത്, മാക്സിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയും മാക്സിമം തന്നെയായിരിക്കും. Kinetic energy is half mv square. From the equation of motion, we can write v square is equal to u square plus 2as. That is equal to u square plus 2gh. ഇവിടെ a എന്ന് പറയുന്നത് നമ്മൾ ഗ്രാവിറ്റി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഉയരായിട്ടാണ് എടുക്കുന്നത്, h ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഹാമർ യു ഈസ് ഈക്വൽ ടു 0 ആണ്. ഫസ്റ്റത്തെ കേസിൽ ഹാമർ അവിടെ അനങ്ങാതെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ദെർഫോർ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു, അപ്പോൾ വി സ്ക്വയറിൽ ഇപ്പോൾ എന്ത് വരും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh. യു എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ അവിടെ ബാക്കിയുള്ളത് 2 ഇൻറ്റു gh ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 0 പ്ലസ് 2 ഇൻറ്റു 9.8 ഇൻറ്റു 10. നമ്മൾ പോയിന്റ് സ്ഥാനം മാറ്റി വെച്ചിട്ട് ഗുണിക്കുമ്പോൾ 1960 കിട്ടും. ഒരു സ്ഥാനം നീക്കിയിട്ടാണ് നമുക്ക് പോയിന്റ് ഇടേണ്ടത് അല്ലേ. അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 196 കിട്ടും. അപ്പോൾ നമുക്ക് വി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 196 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി വി സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വാല്യൂസൊക്കെ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഹാഫ് ഇൻറ്റു എം എന്ന് പറയുന്നത് 1000 ഇൻറ്റു വി സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചത് 196 ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിവിഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 98,000 ജൂൾ എന്ന് കിട്ടും കൈനറ്റിക് എനർജി. ബാക്കി നോക്കാം നമുക്ക്. ദ ടോട്ടൽ എനർജി ഓഫ് ദ ഹാമർ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ പൈൽ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഹാമർ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ പൈൽ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ പ്ലസ് kinetic energy of the hammer just before touches the pile at the ground level. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിലുള്ള ആ പൈലിൻ്റെ മുകളിൽ ഹാമർ ടച്ച് ചെയ്യുന്നതിന് മുമ്പുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് എന്താ? 0 പ്ലസ് 98,000. അപ്പോൾ ആകെ എനർജി എന്ന് പറയുന്നത് 98,000 ജൂളാണ്. ഇതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാണ്. ഓൺ കമ്പയറിംഗ് ദീസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം വിത്തൗട്ട് ലോസ് ഓഫ് എനർജി. അതായത് എനർജീനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? വിത്തൗട്ട് ലോസ് ഓഫ് എനർജി, എനർജി ലോസ് ഒന്നും സംഭവിക്കാതെ. ഇതിൽ നിന്നും നമ്മൾ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലേക്ക് എത്തിച്ചേരാണ്. ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി വിത്തൗട്ട് ലോസ് ഓഫ് ഓർ ഗെയിൻ ഓഫ് എനർജി. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് എനർജീനെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാം. എങ്ങനെ? ഊർജ്ജ നഷ്ടമൊന്നുമില്ലാതെ, അതായത് എനർജി ലോസ് ഒന്നും സംഭവിക്കാതെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ കഴിയും. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് എനർജി? വർക്കും എനർജിയും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തെല്ലാമാണെന്ന് ഒന്ന് പറയാം. ബോത്ത് വർക്ക് ആൻഡ് എനർജി ആർ സ്കെയിലർ ക്വാണ്ടിറ്റി. വർക്കും എനർജിയും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ് പറയാം. യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജി ഈസ് ജൂൾ. എനർജിയുടെ യൂണിറ്റും അതുപോലെ തന്നെ വർക്കിൻ്റെ യൂണിറ്റും ജൂൾ തന്നെയാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനർജി എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന്. നമ്മൾക്ക് എനർജി ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് അല്ലേ. ഇനി നമുക്കറിയാം, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഓൺ ദ എർത്ത് ഈസ് ദ സൺ. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ആരാ? സൂര്യനാണ് അല്ലേ. ഈ ഫിഗറിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസർ ചെയ്യാം. ഹൗ ഡു പ്ലാന്റ്സ് യൂസ് സോളാർ എനർജി? സസ്യങ്ങൾ സോളാർ എനർജി ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന്. അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് പറയാം? പ്ലാന്റ്സ് അബ്സോർബ് സോളാർ എനർജി ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോർ ഇറ്റ് ആസ് എ കെമിക്കൽ എനർജി.
ഫോട്ടോസിന്തസിസ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും, സോളാർ എനർജീനെ അബ്സോർബ് ചെയ്യും. അതിനുശേഷം അതെന്ത് ചെയ്യും, കെമിക്കൽ എനർജി ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ എനർജി വി ഗെറ്റ് ഫ്രം ഫുഡ് റിലേറ്റഡ് ടു സൺ? എന്താ, ഭക്ഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന എനർജി ഉണ്ട് അല്ലേ, ആ എനർജി ഇവിടെ സണ്ണുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. വി ഗെറ്റ് കെമിക്കൽ എനർജി സ്റ്റോർഡ് ബൈ പ്ലാന്റ്സ് ത്രൂ ഫുഡ്. അപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് സസ്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കെമിക്കൽ എനർജി ഫുഡിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ എനർജി ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഹിയർ. ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ചസ് എന്ന് ഇതാണ് പറഞ്ഞത്. എനർജി ചേഞ്ച് എങ്ങനെയാണ് പറഞ്ഞത്? സോളാർ എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദ എനർജി പ്രൊഡക്ഷൻ ഇൻ പവർ പ്ലാന്റ്സ് റിലേറ്റഡ് ടു ദ സൺ? അതായത് പവർ പ്ലാന്റുകളിൽ എനർജി പ്രൊഡക്ഷനൊക്കെ നടക്കുന്നുണ്ട്, അത് സൂര്യനുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിലേഷൻ ഉണ്ട് അല്ലേ. ഹൗ ഈസ് ദ എനർജി ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ റിലേറ്റഡ് ടു ദ സൺ? ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പെട്രോൾ, ഡീസൽ തുടങ്ങിയവയിലെല്ലാം എനർജിക്ക് സൂര്യനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തൊക്കെ ക്വസ്റ്റ്യനുകളാണല്ലേ ചോദിക്കുന്നത്. ഇത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു എല്ലാം നമ്മുടെ ഭൂമിയിലെ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണാന്ന് പറഞ്ഞു. ഇപ്പോൾ ചോദിക്കുന്നത് ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അല്ലേ. എന്തായാലും നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസറൊക്കെ എഴുതാതെ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ പെട്രോൾ, ഡീസൽ ആർ ഫോസിൽ ഫ്യൂവൽസ്. പെട്രോളും ഡീസലും ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഫോസിൽ ഫ്യൂവൽസ് എന്താണെന്ന് അറിയാലോ. അതായത് അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും എല്ലാം അവശിഷ്ടങ്ങൾ ഓക്സിജൻ്റെ ആബ്സെൻസിൽ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ നടന്നതിന് ശേഷമാണ് ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാകുന്നത്. Fossil fuels are formed when organic matter undergoes chemical changes. We get the same energy from the sun as we do from fossil fuels. അപ്പോൾ ജീവികൾ സൂര്യനിൽ നിന്നും സ്വീകരിച്ച ആ സെയിം എനർജി തന്നെയാണ് നമുക്ക് ഫോസിൽ ഫ്യൂവൽസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് ചിത്രം തന്നിരിക്കുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ്. വിച്ച് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ വാട്ടർ ഇൻ ദ റിസർവോയർ? അതായത് റിസർവോയറിലുള്ള വാട്ടറിൻ്റെ എനർജി ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് എനർജിയാണ്? അവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, അപ്പോൾ അതിൻ്റെ പൊസിഷൻ കൊണ്ടാണ് അതിന് എനർജി ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം അവിടെ പൊട്ടൻഷ്യൽ എനർജിയാണെന്ന് പറയാം. ഹൗ ഡിഡ് ദ വാട്ടർ ഇൻ ദ റിസർവോയർ ഗെറ്റ് ദിസ് പൊട്ടൻഷ്യൽ എനർജി? റിസർവോയറിലെ ജലത്തിന് ഈ പൊട്ടൻഷ്യൽ എനർജി ലഭിച്ചത് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ആൻസർ നോക്കാം. ദ വാട്ടർ ഇൻ ദ വാട്ടർ ബോഡീസ് ഇവാബറേറ്റ്സ് ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് റെയിൻ റീച്ചസ് ദ ഹയർ റീജിയൻ. അതായത് മഴ ഉണ്ടാകുന്ന കാര്യമാണ് ഈ പറയുന്നത്. ജലാശയങ്ങളിലെ ജലം സൂര്യൻ്റെ ചൂടേറ്റ് ഇവാബറേറ്റ് ചെയ്യും, അങ്ങനെ മഴയായിട്ട് മാറിയിട്ടാണ് ഹയർ റീജിയനിൽ ജലം എത്തുന്നത്. ദേ ഗെറ്റ് ദർ ഹൈ പൊട്ടൻഷ്യൽ എനർജി ഫ്രം ദ സൺ. അവയ്ക്കപ്പോൾ പൊട്ടൻഷ്യൽ എനർജി, ഹൈ പൊട്ടൻഷ്യൽ എനർജി ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. എ പൈപ്പ് ദാറ്റ് ക്യാരീസ് വാട്ടർ ഡൗൺവേർഡ്സ് ഈസ് കോൾഡ് പെൻസ്റ്റോക്ക് പൈപ്പ്. താഴേക്ക് ജലം ഒഴുക്കി വിടുന്ന ആ ഒരു പൈപ്പിനെ പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന്. വിച്ച് എനർജി ഈസ് പൊസസ്ഡ് ബൈ ദ ഫോളോയിങ് വാട്ടർ? അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ എനർജി ഏത് ടൈപ്പായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും. എ ജനറേറ്റർ കൺവേർട്സ് ദീസ് കൈനറ്റിക് എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ജനറേറ്റർ ഈ കൈനറ്റിക് എനർജീനെ എന്താക്കി മാറ്റും? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. റിസർവോയർ സ്റ്റോർസ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, സോ ഇറ്റ് ക്യാൻ സെർവ്സ് ആസ് എ ഹ്യൂജ് സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ റിസർവോയറിൽ ഒരുപാട് ക്വാണ്ടിറ്റി ജലത്തിന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു എനർജിയുടെ ഹ്യൂജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. ഇവിടെ വാട്ടർ ഇൻ ദ ഡാം, ഡാമിലുള്ള വാട്ടർ എന്ത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. വാട്ടർ ഫ്ലോയിങ് ഡൗൺ, അതിന് ശേഷം അത് വാട്ടർ താഴേക്ക് പതിക്കുകയാണ്, അപ്പോൾ എന്ത് എനർജി ആയിരിക്കും? കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതായത് അവിടെ ജലം കെട്ടി നിൽക്കുകയെന്നു ആദ്യം, അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി, പിന്നെ ഒഴുകാൻ തുടങ്ങുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. വെൻ ദ ടർബൈൻ ഓഫ് ദി ജനറേറ്റർ റൊട്ടേറ്റ്സ്, അതായത് ജനറേറ്ററിലെ ടർബൈൻ കറങ്ങുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഒരു മെഷീനാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. വെൻ ദ ജനറേറ്റർ വർക്ക്സ്, ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അതിനുശേഷം വെൻ ദ ബൾബ് ഗ്ലോസ്, ബൾബ് ഗ്ലോ ചെയ്യുമ്പോൾ അവിടെ ലൈറ്റ് എനർജി ആയിട്ട് മാറും. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ ബൾബ് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്, മറ്റ് ഇലക്ട്രിക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മോട്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? റെഫ്രിജറേറ്റർ എഴുതാം, ഇലക്ട്രിക് അയൺ എഴുതാം, ടെലിവിഷൻ എഴുതാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡു ദേ ഓൾ യൂസ് ഇലക്ട്രിക് എനർജി അറ്റ് ദി സെയിം റേറ്റ്? അതായത് നമ്മൾ ഈ പറഞ്ഞ ഉപകരണങ്ങളെല്ലാം ഒരേ റേറ്റിൽ തന്നെയാണോ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതെന്ന്? അല്ല അല്ലേ. അയൺ ബോക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതലും കറണ്ട് ഉപയോഗിക്കാറുണ്ട്, ബൾബിനൊക്കെ അങ്ങനെ വളരെ കുറച്ച് മതി. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം പവർ. ഇവിടെ ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. ആക്ടിവിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം.
ഈ ഒരു ആക്ടിവിറ്റി ക്ലാസ് റൂമിൽ വെച്ച് നടത്തുന്നതാണ്. ഒരു 10 പുസ്തകങ്ങൾ തറയിൽ വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഒരു 3-4 കുട്ടികളെ വിളിച്ചതിന് ശേഷം ഓരോ കുട്ടിയോടും പറയാണ് ഈ പുസ്തകങ്ങൾ ഓരോന്നായിട്ട് മേശമേൽ ഇടയ്ക്കിടയ്ക്ക് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് ഇവർ വെക്കുന്ന ആ ഒരു സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എപ്പോഴാണ് വെച്ച് തീരുന്നത് അപ്പോൾ ഒരു കുട്ടിയുടെ സമയം നമ്മൾ നോക്കും. അങ്ങനെ അടുത്ത കുട്ടിയെ വിളിക്കും. ആ കുട്ടിക്ക് ആ 10 പുസ്തകങ്ങൾ വെക്കാൻ എത്ര സമയം എടുത്തോ ആ സമയം നമ്മൾ എഴുതി വയ്ക്കും. അങ്ങനെ 4 കുട്ടികളെ കൊണ്ടും ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് ആ സമയം നമ്മളിവിടെ എഴുതി വയ്ക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു താഴെ തന്നിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് നമ്പർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിൽ നെയിം കൊടുത്തിട്ടുണ്ട്. നെയിമിന് പറഞ്ഞാൽ ABCD ആണ് കൊടുത്തിരിക്കുന്നത്. ടൈം ഞാനിവിടെ അസ്യൂം ചെയ്തേക്കുന്നത് 8, 10, 12, 6 അങ്ങനെയാണ്. ഇനി ബുക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 2 കിലോഗ്രാം ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ദ ഹൈറ്റ് ടു വിച്ച് ദ ബുക്ക് ആർ ടു ബി റൈസ്ഡ്. നെക്സ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് ബുക്ക് താഴെ നിന്നും മേശമേൽ എടുത്തു വയ്ക്കാനുള്ള ഉയരം എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1 മീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനടുത്ത കോളം എന്ന് പറയുന്നത് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, അതായത് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് MGH കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ M എന്ന് പറയുന്നത് 2ഉം അതുപോലെ തന്നെ G ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് 10 ആണ് തന്നിരിക്കുന്നത് അല്ലേ, ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് ആൻസർ കിട്ടും. അതേപോലെ തന്നെ ബിയുടെയും സിയുടെയും ഡിയുടെ ഒക്കെ കണ്ടുപിടിക്കണം നമ്മൾ, എന്നിട്ട് നമുക്ക് അവിടെ എടുത്ത് എഴുതാം അത്. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 20 തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത കോളം എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ദാറ്റ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം, അതായത് നമ്മൾ ചെയ്ത വർക്കിൻ്റെ റേറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് വർക്ക് ഡൺ ബൈ ടൈമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കണ്ടു, 20 ആണെന്ന് കണ്ടു അല്ലേ. ടൈം എന്ന് പറയുന്നത് എന്ത് വരും, 20/8 ചെയ്യണം നമുക്കത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 2.5 ആണ്. നെക്സ്റ്റ് ബിയുടെ പറയുന്നത് 20/10 2 കിട്ടും. അതേപോലെ തന്നെ 20/12 1.6 കിട്ടും. നെക്സ്റ്റ് 20/6 ചെയ്യുമ്പോൾ 3.33 കിട്ടും. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ ദ ഓൾ ചിൽഡ്രൻ ദി സെയിം? എല്ലാ കുട്ടികളും ചെയ്ത ആ വർക്ക് ഡൺ സെയിം ആണോ? സെയിം ആണ് അല്ലേ, എല്ലാവർക്കും 20 തന്നെ കിട്ടിയത്. വിച്ച് ചൈൽഡ് കംപ്ലീറ്റഡ് ദ വർക്ക് ഫസ്റ്റ്? ഏത് കുട്ടിയാണ് തൻ്റെ വർക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്തതെന്ന് ഏത് കുട്ടിയായിരിക്കും? അതായത് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഹൂ ഹാസ് ഡൺ മോർ വർക്ക് ഇൻ 1 സെക്കൻഡ്? ഒരു സെക്കൻഡിൽ കൂടുതൽ വർക്ക് ചെയ്തത് ആരാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ടേബിളിലേക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് ഏത് കുട്ടിയാണ് ഏറ്റവും വേഗത്തിൽ വർക്ക് ചെയ്ത് തീർത്തതെന്ന്. ഡി എന്ന് പറയുന്ന കുട്ടിയാണ് അല്ലേ. ആ കുട്ടിക്ക് 6 സെക്കൻഡ് സമയമേ വേണ്ടി വന്നുള്ളൂ. പക്ഷേ ഒരു സെക്കൻഡിൽ കൂടുതൽ വർക്ക് ചെയ്തത് ആരാണെന്ന്, അതും ആ കുട്ടി തന്നെയാണ് അല്ലേ. ഒരു സെക്കൻഡിൽ വളരെ പെട്ടെന്നാണ് ആ കുട്ടി, നല്ല സ്പീഡിലാണ് ബുക്കുകൾ എടുത്ത് വെച്ചത്. അപ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ. പവർ ഈസ് ദ വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ചെയ്ത വർക്കിനെയാണ് പറയുന്നത് എന്ത്, പവർ എന്ന്. പവർ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം ഓർ പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അപ്പോൾ പവർ എന്ന് പറയുന്നത് എന്താ, ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത വർക്കിൻ്റെ അളവിനെയാണ് പറയുന്നത് എന്ത്, പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വർക്കിൻ്റെ റേറ്റിനെയാണ് പറയുന്നത് പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ബൈ ടൈം, നമ്മൾ പവറിനെ P എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടും വർക്കിനെ W എന്ന ലെറ്റർ കൊണ്ടും ടൈമിനെ T എന്ന് പറയുന്ന ലെറ്ററും കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ P ഈസ് ഈക്വൽ ടു W/T. ഇനി നമുക്ക് അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, ജൂളാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ സമയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് ഓഫ് പവർ ഈസ് ഈക്വൽ ടു ജൂൾ പെർ സെക്കൻഡ്. അതിനെ പറയുന്നതാണ് എന്ത്, വാട്ട് എന്ന് പറയുന്നത്. ദി SI യൂണിറ്റ് ഓഫ് പവർ ഈസ് നെയ്മഡ് ആസ് വാട്ട് ടു കമമറേറ്റ് ദ സയൻറ്റിസ്റ്റ് ജെയിംസ് വാട്ട്. ഇറ്റ്സ് സിംബൽ ഈസ് W, ക്യാപിറ്റൽ W ആണ് കൊടുക്കേണ്ടത്. ജെയിംസ് വാട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ സ്മരണാർത്ഥം പവറിൻ്റെ SI യൂണിറ്റ് വാട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ W ആണ് ഇതിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദ യൂണിറ്റ്സ് മെഗാവാട്ട് ആൻഡ് കിലോവാട്ട് ആർ ഓൾസോ യൂസ്ഡ് വൈൽ മെഷറിങ് ലാർജർ വാല്യൂസ്. അപ്പോൾ ലാർജർ വാല്യൂസൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരുന്ന സമയത്ത് കിലോവാട്ട്, മെഗാവാട്ട് അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. 1 കിലോവാട്ട് ഇസ് ഈക്വൽ ടു 10 ക്യൂബ് വാട്ട്, അതായത് 1000 വാട്ട്. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 1000 കിലോ വാട്ടാണ്, അതായത് 10⁶ വാട്ടാണ് വരുന്നത്. ദ പവർ ഓഫ് വെഹിക്കിൾസ് ആൻഡ് മോട്ടോർസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഹോഴ്സ് പവർ ഓൾസോ. അതായത് വാഹനങ്ങളുടെയും അതുപോലെ തന്നെ മോട്ടോറുകളുടെയും എല്ലാം പവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഹോഴ്സ് പവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്, അതായത് HP. 1 HP എന്ന് പറയുന്നത് 746 വാട്ടിന് തുല്യമാണ്. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഇഫ് 15 kg വർക്ക് ഈസ് ഡൺ ഇൻ 20 സെക്കൻഡ്. അതൊന്ന് ചെയ്ത് നോക്കാം.
ഇവിടെ വർക്ക് തന്നിട്ടുണ്ട് 15 കിലോ ജൂൾ. അതായത് കിലോ ജൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ജൂളിലേക്ക് ആക്കുമ്പോൾ 1000 × 1000 കൂടി ചെയ്യാം. അപ്പോൾ 15000 ജൂളാണ്. ടൈം തന്നിരിക്കുന്നത് 20 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈമാണ്. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് 15000/20 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 750 വാട്ടാണ് വരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്ററോട് അവസാനിച്ചു. ഇനി ഞാനിവിടെ ഒരു മാത്സിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം, അതായത് മാത്സ് എന്നും പറയുന്നതും ഫിസിക്സ് എന്ന് പറയുന്നത് രണ്ട് കണക്റ്റഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ മാത്സിൽ ഈ പോയിന്റ് വാല്യൂസ് വരുമ്പോൾ ഡിവിഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ 1-2 എക്സാമ്പിളുകൾ ഒന്ന് കാണിച്ചു തരാം. ആവശ്യമില്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് 0.44 / 0.11. അത് നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ് സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ സംഖ്യകൾ എടുത്ത് എഴുതാം. അപ്പോൾ വരുമ്പോൾ 44/11 വരും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മുകളിൽ, അതായത് മുകളിലത്തെ നമ്പറിൽ നോക്കുമ്പോൾ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. താഴെ ഡിനോമിനേറ്ററിൽ നോക്കുമ്പോഴും 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, നേരെ പോയിന്റുകളൊന്നും ഇല്ലാണ്ട് നമ്പറുകൾ എടുത്ത് എഴുതാം, സാധാരണ പോലെ ഇട്ട് ഹരിക്കാം. ഓക്കെ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ 0.15 / 5. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യയിൽ പോയിന്റ് സ്ഥാനമൊന്നും ഇല്ലാണ്ട് നമുക്ക് സംഖ്യകളെടുത്ത് എഴുതാം. 15/5 എന്ന് പറഞ്ഞെടുത്ത് എഴുതാം. ഇനി നമ്മൾ പോയിന്റ് സ്ഥാനം നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്, ഡിനോമിനേറ്ററിലാണെന്നുണ്ടെങ്കിൽ പോയിന്റുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാത്തവന് കൊടുക്കണം. അതായത് മുകളിൽ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണല്ലോ, അതുകൊണ്ട് താഴെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 100ന് പകരം അവിടെ മുകളിൽ 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് എങ്കിൽ എന്ത് ചെയ്യണം? 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മുകളിൽ 4 സ്ഥാനം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലോ 10000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് 15/5 × 100 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 15ൽ 5 3 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് വരുന്നത് 3/100 ആണ്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? താഴെ 2 സ്ഥാനമാണ്, 2 0 ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് 2 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടാം. അതായത് 0.03 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. 0.121 / 0.00011. ഇനി നമ്മളിതിൽ പോയിന്റ് സ്ഥാനമൊന്നും ഇല്ലാണ്ട് എടുത്ത് എഴുതുമ്പോൾ 121/11 കിട്ടും. ഇനി നമുക്ക് പോയിന്റ് സ്ഥാനങ്ങൾ നോക്കാം. ന്യൂമറേറ്ററിൽ നോക്കാമെന്നുണ്ടെങ്കിൽ 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. ഡിനോമിനേറ്ററിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ 5 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ മുകളിൽ 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്. 2 എണ്ണത്തിൻ്റെ കുറവായതുകൊണ്ട് നമ്മൾ ആ സംഖ്യേനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 11 121ൽ 11 പ്രാവശ്യം പോകും. 11 × 100 വരുമ്പോൾ 1100 ആൻസർ ആയിട്ട് കിട്ടും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. 98 / 0.5 × 9.8. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? പോയിന്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് സംഖ്യകൾ മാത്രം എടുത്ത് എഴുതാം. 98 / 5 × 98 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 490 കിട്ടും. അതിനുശേഷം നമ്മൾ നോക്കാം, മുകളിൽ പോയിന്റുകളൊന്നും ഇല്ല, അപ്പോൾ അവിടെ 0 വരും അല്ലേ. ഇനി താഴെ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ പോയിന്റ് സ്ഥാനം ഇല്ലാതെ സംഖ്യകൾ മാത്രം എഴുതുമ്പോൾ മുകളിൽ 98 താഴെ 98 വന്നിട്ടുണ്ട് എന്ന് കരുതി അത് വെട്ടിക്കളയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മളത് ഗുണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെട്ടിക്കളയൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ വരുന്നത് 98 × 100/490. അപ്പോൾ നമുക്കിവിടെ 490ൽ ഒരു 0 ഉണ്ട്, 100ൽ ഒരു 0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിവിടെ ബാക്കി വരുന്നത് 980/49 ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഹരിക്കണ സമയത്ത് കിട്ടുന്ന ആൻസർ 20 ആയിരിക്കും. ഞാൻ 1-2 എക്സാമ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.